ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ ഒഡേല 2 എന്ന് പറഞ്ഞ് തമന്നയൊക്കെ തകർത്തഭിനയിച്ചൊരു മൂവിയുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടനും കൂടെ ഒന്നമർത്തിയേക്കുക. ഈ ഒരു മൂവിയുടെ ഒന്നാം ഭാഗത്തെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, ഒരു ഗ്രാമത്തിലെ കല്യാണം കഴിയുന്ന പെൺകുട്ടികളെ അന്ന് രാത്രി തന്നെ കിഡ്നാപ്പ് ചെയ്ത് പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേര് തിരുപ്പതി എന്നായിരുന്നു. ഇതറിയുന്ന അവൻ്റെ ഭാര്യ ഉണ്ടല്ലോ, ഏറ്റവും ഒടുവിൽ അവനെ കൊല്ലുകയും അവനെ തലയേർത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന സീനും കാണിച്ചാണ് ഫസ്റ്റ് പാർട്ട് അവസാനിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് ഒഡേല 2 കഥയെ ആരംഭിക്കുന്നത്. അതായത് ഒരു റെയിൽവേ പാളം കാണിക്കുന്നുണ്ട്, അതിലേക്ക് ഒരു പെൺകുട്ടി നടന്നു വരുന്നു. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ തലയും കാണുന്നുണ്ട്. അത് വേറെ ആരുടെയുമല്ല, ഞാൻ ആദ്യ പാർട്ടിൽ പറഞ്ഞില്ലേ, ആ വില്ലനെ കൊന്നിട്ട് അവൻ്റെ ഭാര്യ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് പറഞ്ഞില്ലേ, അവളുടെ തലയായിരുന്നത്. അതുമായി ആ ലേഡി ഉണ്ടല്ലോ, അതായത് പെൺകുട്ടി, നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഇത് കാണുന്ന പോലീസുകാരുണ്ടല്ലോ ശരിക്കും പേടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ കൊച്ചി ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നു. കട്ട് ചെയ്ത് അടുത്ത ഷോട്ട് കാണിക്കുന്നുണ്ടല്ലോ, കുറച്ച് നാൾ മുമ്പത്തെ കഥയാണ്. അതായത് തിരുപ്പതിയെ കൊന്നില്ലേ, അവൻ്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടർ വരുന്നു. അന്നേരം ആ ഡോക്ടർ പറയുന്നുണ്ട്, ഒരുത്തനെ ഇങ്ങനെ ക്രൂരമായി കൊല്ലണമെങ്കിൽ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമല്ലോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി വാങ്ങാൻ വേണ്ടി പുറത്ത് വേറെ ആരും തന്നെ ഇല്ലായിരുന്നു. കാര്യം ഇവനെ നാട്ടുകാർക്കാർക്കും ഇഷ്ടമല്ലായിരുന്നല്ലോ. കട്ട് ചെയ്ത് അടുത്ത ഷോട്ടിൽ ഒരു സ്വാമിജിയെ കാണിക്കുന്നുണ്ട്. അയാൾക്ക് ചുറ്റും കുറേ നാട്ടുകാരിരിക്കുന്നുണ്ട്. ആ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ ആത്മാവിന് ഒരിക്കലും ഗതി പിടിക്കാൻ പാടില്ല, ഇത്രയേറെ പെൺകുട്ടികളെ കൊന്ന് അവന് ക്രൂരമായ ഒരു ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നു. അന്നേരം ഉണ്ടല്ലോ, ആ സ്വാമിജി പറയുന്നത് ഇങ്ങനെയാണ്: നരകതുല്യമായൊരു ശവസംസ്കാരം അവന് നമുക്ക് കൊടുക്കാം എന്ന് പറയുന്നു. അതായത് അവൻ്റെ ബോഡി മണ്ണിനടിയിൽ കടത്താൻ പാടില്ല, മണ്ണിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനകത്ത് നഖവും കോഴിത്തലയും രക്തവും മുടിയും എല്ലാം ഇട്ട് നമ്മൾ മണ്ണിട്ട് മൂടുന്നു. അടുത്ത ഷോട്ടിലുണ്ടല്ലോ, അവൻ്റെ ബോഡി എടുക്കാൻ നാട്ടുകാരും തന്നെ പോയിരുന്നില്ല. കാര്യം അവനെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൻ്റെ അമ്മയും സഹോദരനും കൂട്ടുകാരനും കൂടെ ബോഡി അടക്കാൻ വരുന്ന സീൻ കാണിക്കുന്നു. പക്ഷേ ഈ നാട്ടുകാരെല്ലാം ഇവനെതിരായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ സ്വാമിജി പറഞ്ഞ പോലെ തന്നെ ആ ബോഡി മണ്ണിനകത്ത് നിർത്തി അതിലേക്ക് കോഴിത്തലയും രക്തവും നഖവും എല്ലാം ഇട്ട് അടക്കം ചെയ്യുന്നു. ഇത് കണ്ട് അവൻ്റെ അമ്മയും കൂട്ടുകാരനും കരയുകയാണ്. അങ്ങനെ ആ ഒരു ശ്മശാനത്തിൽ നമ്മുടെ തിരുപ്പതി അടക്കിയതിനു ശേഷം എല്ലാവരും പോകുന്നുണ്ട്. ആ ടൈമിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള കാറ്റും മഴയും വരികയാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. പിന്നീട് കാണിക്കുന്നത് ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന കുറച്ച് സന്യാസിമാരെയാണ്. അപ്പം അതിൽ ഒരാൾ പറയുന്നുണ്ട്, ഒഡേല എന്ന് പറയുന്ന ഗ്രാമത്തിന് വലിയൊരു അപകടം വരുന്നുണ്ട്, ഒരു വലിയ ആത്മാവ് അവിടെ രൂപം കൊള്ളുന്നു എന്ന് പറയുന്നു. അപ്പോൾ കൂടിരുന്ന സന്യാസി പറയുന്നുണ്ട്, ഇത് തടയാൻ ഒരു വഴിയുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, 110 കോടി തവണ ഓം നമഃശിവായ എന്ന് ഉച്ചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ആത്മാവിനെ തളയ്ക്കാൻ സാധിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ഇതൊന്നും അറിയാതെ ഒഡേല ഗ്രാമത്തിലുള്ള ആൾക്കാർ വീണ്ടും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു നാട്ടിൽ കല്യാണം നടക്കുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അവർക്കറിയില്ലല്ലോ ഇനി വരാൻ പോകുന്ന അപകടത്തെപ്പറ്റി. അങ്ങനെ അന്ന് രാത്രി ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കാണിച്ചില്ലേ ആ ഒരു സ്വാമിജി, അയാൾ ആ പെണ്ണിനെയും ചെറുക്കനെ ആശീർവദിക്കാൻ പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. പോകുന്ന വഴി ആ ശ്മശാനത്തിൽ, അതായത് നമ്മുടെ തിരുപ്പതിയില്ലേ, പുള്ളിക്കാരനെ അടക്കിയെടുത്ത് 4 പേരുന്ന് കുടിക്കുന്ന കാണുന്നു. അന്നേരം ആ സ്വാമിജി ചോദിക്കുന്നു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ സമയത്ത് ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആ 4 പേരിലെ ഒരുത്തൻ സ്നേഹിച്ച പെണ്ണിൻ്റെ കല്യാണമായിരുന്നു അന്ന് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ നിന്ന് മദ്യപിക്കുന്നതും. എന്നിട്ട് അവൻ സ്വാമിജിയോട് ചോദിക്കുന്നുണ്ട്, തിരുപ്പതിയുടെ പ്രേതം എൻ്റെ ദേഹത്ത് കയറി എന്ന് പറഞ്ഞ് ഞാൻ അവരെ പോയി പീഡിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ഇത് കേട്ട സ്വാമിജി പറയുന്നുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ് ദേഷിച്ചു പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്മശാനത്തിലേക്ക് നമ്മുടെ സ്വാമിജി യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന സീനും കാണിക്കുന്നു. അവിടെ വെച്ച്, അതായത് നമ്മുടെ തിരുപ്പതിയിലെ പുള്ളിക്കാരനെ അടക്കിയതിൻ്റെ മുകളിൽ വെച്ച് ഒരു ചെടിയുടെ മുള്ളു തട്ടി നമ്മുടെ സ്വാമിജിയുടെ കാല് മുറിയുകയാണ്. അതിൽ നിന്ന് രക്തം നേരെ തിരുപ്പതി അടക്കിയ മണ്ണിലോട്ട് വീഴുന്നു. ആ രക്തം നേരെ കുഴിയിലോട്ട് പോകുന്നതും കാണിക്കുന്നുണ്ട്. ആ ഒരു സീൻ കഴിഞ്ഞ് നമ്മുടെ സ്വാമിജിയല്ല തിരിച്ച് പെണ്ണിനെ കാണാൻ വേണ്ടി പോകുന്നത്. അതായത് സ്വാമിജിയുടെ ദേഹത്ത് ആ ആത്മാവ്, അതായത് നമ്മുടെ തിരുപ്പതിയുടെ ആത്മാവ് കയറി കഴിഞ്ഞു. അങ്ങനെ സ്വാമിജി, അതായത് ആത്മാവുണ്ടല്ലോ, അയാൾ നേരെ നവവധുവിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ഫസ്റ്റ് നൈറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ വരനെ കൊല്ലുകയും അവളെ പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം പോലീസ് അവിടെ വരികയും നമ്മുടെ സ്വാമിജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അന്നേരം അയാൾ കരഞ്ഞു പറയുന്നുണ്ട്, ഞാൻ ഒന്നും ചെയ്തില്ല, ഇന്നലെ ശ്മശാനത്തിൽ വരെ പോയതേ ഉള്ളൂ, അതിനുശേഷം നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഉറക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും ഇത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കട്ട് ചെയ്ത് അടുത്ത സീനിലുണ്ടല്ലോ, ഒരു ബായിയെ കാണിക്കുന്നുണ്ട്. അയാൾ അവിടുത്തെ ചെറിയ ചെറിയ പ്രേതബാധകളെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ഫാമിലി വന്ന് അയാളോട് പറയുകയാണ്, അതായത് ബായിയോട് പറയുകയാണ്, എൻ്റെ വീടിൻ്റെ പരിസരത്ത് എന്തോ പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബായി ഒരു കോഴിയെ അവരുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ രാത്രിയിൽ ആ കോഴിയെ അവിടെ ഇട്ടിട്ട് പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇത് നോക്കാൻ വേണ്ടി നമ്മുടെ ബായിയുടെ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ ആ വഴി പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ശരിക്കും ഞെട്ടുകയാണ്. എന്തോ ഒരു വലിയ രൂപം വന്ന് ആ കോഴിയെ തിന്നുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് കാണുന്നു. അവനത് ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇത് കാണുന്ന ആ ബായി ഉണ്ടല്ലോ ശരിക്കും ഞെട്ടുകയാണ്. താൻ വിചാരിച്ചതിനേക്കായി വലിയ എന്തോ ഒരു ശക്തി ഈ നാട്ടിൽ വന്നിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു പൊളിറ്റീഷ്യൻ വന്ന് ബായിയെ കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മകളുടെ കല്യാണമാണ് ഈ വരുന്ന ആഴ്ച, നിങ്ങൾ ഉറപ്പായിട്ടും വരണം എന്നൊക്കെ പറയുന്നു.
ആ ടൈമിൽ നമ്മുടെ ബായി പറയുന്നുണ്ട്, നാട്ടിൽ ഇങ്ങനെ മരണങ്ങൾ സംഭവിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ തിരക്കം കൂട്ടുന്നത്, ഒരിക്കലും ഈ സമയത്ത് ഇങ്ങനൊരു കല്യാണം പാടില്ല എന്ന് പറയുന്നു. ആ ടൈമിൽ ആ പൊളിറ്റീഷ്യൻ പറയുകയാണ്, എന്നെ പിടിക്കാൻ പറ്റിയ പ്രേതങ്ങളൊന്നും ഈ നാട്ടിലില്ല ബായി എന്ന് പറയുന്നു. കട്ട് ചെയ്ത് അടുത്ത സീനിലുണ്ടല്ലോ, നമ്മുടെ തിരുപ്പതിയുടെ അമ്മയും അനിയനും കൂടെ തിരുപ്പതിക്ക് ചോറും ഇറച്ചിയെല്ലാം കൊണ്ട് ആ മണ്ണിന് മുകളിൽ വെക്കുകയാണ്. ഇവർ പോയി കഴിഞ്ഞ് ആ ആത്മാവ് വന്ന് തിന്നുന്നത് കാണിക്കുന്നു. അങ്ങനെ ആ ഒടേല ഗ്രാമത്തിൽ അടുത്ത കല്യാണ ദിവസം വന്നെത്തി. ഈ സമയത്തും പ്രേതബാധയുണ്ടെന്ന് ആ നാട്ടിൽ ആരും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ആ കല്യാണ ചടങ്ങിലേക്ക് അവിടുത്തെ ഗ്രാമത്തിലെ തലവൻ വരികയാണ്. ഈ ഒരു ഗ്രാമത്തലവനെ കണ്ടപ്പോൾ മുതൽ നമ്മുടെ പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ, അയാളെ പറഞ്ഞ് കളിയാക്കുകയാണ്. കാര്യം തിരുപ്പതി അയാളുടെ മോളെ ഇതുപോലെ റേപ്പ് ചെയ്ത് കൊന്നയായിരുന്നു. ഇവർ തമ്മിൽ എന്തോ പാർട്ടിയുടെ പേരിൽ ഭയങ്കര ചുരുക്കമുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണ വേദി വെച്ച് അയാളെ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും ചെയ്തു. ഇത് കേട്ട് വിഷമം സഹിക്കാൻ വയ്യാതെ ആ ഗ്രാമത്തോളം തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നുണ്ട്. അന്ന് രാത്രി തന്നെ നമ്മുടെ സാമൂജിക്ക് പറ്റിയതുപോലെ ശ്മശാനത്തിൽ വെച്ച് ഇയാളുടെ കാലം മുറിയുന്നുണ്ട്. എന്നിട്ട് ഈ രക്തം ആ ഒരു കുഴിയിലോട്ട് പോകുന്നു. ഉടനെ തന്നെ നമ്മുടെ ആത്മാവുണ്ടല്ലോ ഇയാളുടെ ദേഹത്ത് കയറുന്ന സീനും കാണിക്കുന്നു. പിന്നീട് ഇയാൾ നേരെ ചെല്ലുന്നത് അതേ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ അടുത്തേക്കാണ്. അവർ ആദ്യ രാത്രി നടക്കുന്നതിന് മുമ്പ് തന്നെ അവനെ കൊല്ലുകയും അവളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ഇടത്തേക്ക് പിറ്റേ ദിവസം പോലീസ് വരികയാണ്. എന്നിട്ട് ഇവനെയും പിടികൂടുന്നുണ്ട്. അയാളും പറയുന്നുണ്ട്, ഞാനല്ല ചെയ്ത, എനിക്കൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഉണ്ടല്ലോ ആ ഗ്രാമത്തലവനെയും സാമുജിയും നമ്മുടെ ആളുകൾ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു മരത്തിൽ കെട്ടിയിടുകയാണ്. എന്നിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ ഇത്രയും വിലയുള്ള നിങ്ങൾ തന്നെ ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളിനി എന്ത് ചെയ്യണം എന്നൊക്കെ അവരോട് ചോദിക്കുന്നു. ആ ടൈമിലുണ്ടല്ലോ നാട്ടുകാരുടെ മുമ്പിലിട്ട് നമ്മുടെ ബായി വരികയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തത് തിരുപ്പതിയുടെ ആത്മാവെന്ന് പറയുന്നു. ഇത് കേട്ടിട്ടും നാട്ടുകാർക്കോ പോലീസുകാർക്കോ ഒരു കൂസലുമില്ല. കാര്യം അവരിത് വിശ്വസിച്ചതുമില്ല. അന്നേരമാണ് അന്നേ ദിവസം ആ വീഡിയോ എടുത്തില്ലേ മറ്റേ അസിസ്റ്റൻറ്റ്, ആ വീഡിയോ നമ്മുടെ ബൈ നാട്ടുകാരെയും പോലീസുകാരെയും കാണിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും ആളുകൾ ശരിക്കും ഞെട്ടുകയാണ്. അപ്പോഴാണ് അവിടത്തേക്ക് ഒരു പോലീസിലെ സീനിയർ ഓഫീസർ വരുന്നത്. എന്നിട്ട് അയാൾ ആ ബായിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്നും ഇത് ഞാൻ തെളിയിച്ചു തരാമെന്ന് പറഞ്ഞു ആ ബായിയെ പുച്ഛിക്കുന്ന സീൻ കാണിക്കുന്നു. ഇന്ന് രാത്രി ഫുള്ളും ഞാൻ ഈ ശ്മശാനത്തിൽ ഇരിക്കാൻ പോവാണ്, അവൻ്റെ ആത്മാവ് എന്നെ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കൂ എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം നാട്ടുകാരെല്ലാം കൂടെ ആ ശ്മശാനത്തിലോട്ട് വരുന്ന സീൻ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ആ സി എ ഉണ്ടല്ലോ, പുള്ളി അവിടെ പടമായിരിക്കുന്നു. അതായത് ആ തിരുപ്പതിയുടെ ആത്മാവുണ്ടല്ലോ ക്രൂരമായി അയാളെ കൊല്ലുകയും ചെയ്തു. കട്ട് ചെയ്ത് അടുത്ത ഷോട്ടിലുണ്ടല്ലോ നമ്മുടെ തിരുപ്പതിയുടെ ഭാര്യ ഇപ്പോൾ ജയിലിലല്ലേ, അവളെ കാണാൻ വേണ്ടി ഒരു കൂട്ടം നാട്ടുകാർ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവളോട് ആ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവൾ നാട്ടുകാരോട് പറയുന്നുണ്ട്, ഞാൻ അയാളെ കൊന്നതല്ലേ, പിന്നെ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഇനി എനിക്കാവില്ല, ഇനി ഒരാൾക്ക് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നു. അത് വേറെ ആരുമല്ലായിരുന്നു, അവളുടെ ചേച്ചി ഭൈരവിയെ പറ്റിയായിരുന്നു അവൾ പറഞ്ഞത്. അങ്ങനെ ഇവരെ കുട്ടിക്കാലം കാണിക്കുകയാണ്. അതായത് ഭൈരവിയും ചേച്ചിയും അവർ അമ്മൂമ്മ എല്ലാം കൂടി ഇരുന്ന് സീൻ കാണിക്കുന്നുണ്ട്. അവർ അമ്മൂമ്മ ഭയങ്കര ശിവഭക്തയായിരുന്നു. 110 കോടി തവണ ശിവൻ്റെ മന്ത്രം ഉച്ചരിച്ചാൽ, അതായത് ഓം നമഃ ശിവായ ഉച്ചരിച്ചാൽ ശിവനെ കാണാമെന്നൊക്കെ പറഞ്ഞു കൊടുത്തതും നമ്മുടെ അമ്മൂമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം നമ്മുടെ ശിവഭക്തിയായ ഭൈരവി കൊച്ചുനാൾ മുതൽ തന്നെ ഓം നമഃ ശിവായ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ നാട്ടുകാരെല്ലാം കൂടെ ഭൈരവി കാണാൻ വേണ്ടി തീരുമാനിക്കുകയും ഭൈരവിയുടെ അടുത്ത് പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കഥയെല്ലാം കേട്ടപ്പോഴത്തേക്ക് ഭൈരവി അവരോട് പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, മരിച്ചൊരാത്മാവിനെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ നാട്ടുകാരെല്ലാം കൂടെ അവളുടെ മുമ്പിൽ കരയുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ പെൺമക്കളെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഭൈരവി നേരെ അങ്ങോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. എന്നിട്ട് നേരെ വന്ന് ആ ശ്മശാനത്തിൽ വരികയാണ്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള ഒരു ശൂലം എടുത്തുണ്ടല്ലോ ആ ശ്മശാനത്തിൽ പുതയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിനു ചുറ്റും ഒരു വലയം തീർക്കുന്നുണ്ട്. 10 ദിവസത്തേക്ക് ആരും തന്നെ ഇങ്ങോട്ട് വരരുതെന്നും അവർ ശക്തി പതിയെ കുറഞ്ഞോളും എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും എല്ലാ ദിവസവും രാത്രി ഇവിടെ കാവൽ നിൽക്കണം, ഒരാളെ പോലും ഇതിനകത്തോട് കടത്തി വിടരുത് എന്ന് പറയുന്നു. ഇതേ ടൈമിൽ അപ്പുറത്തുള്ള ഗ്രാമവാസികളുണ്ടല്ലോ ഈ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കൂടെ ക്യാമറ പറത്തുന്ന സീൻ കാണിക്കുന്നു. അങ്ങനെ ശ്മശാനത്തിനടുത്ത് ഈ ക്യാമറ വന്ന് വീഴുന്നുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്ന കാവൽക്കാരൻ അയാളെ കയറ്റി വിടുന്നുമില്ല. അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴുണ്ടല്ലോ ഈ ക്യാമറമാൻ നേരെ ചെന്ന് ആ ശ്മശാനത്തിൽ കയറുകയാണ്. എന്നിട്ട് ക്യാമറ എടുക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ നമ്മുടെ ആത്മാവ് നേരെ അയാളുടെ ദേഹത്ത് കയറുന്നു. അങ്ങനെ നമ്മുടെ ഭൈരവിയെ കാണാൻ വേണ്ടി ഈ ആത്മാവ് നേരെ പോവുകയാണ്. പക്ഷേ അവിടെ ശിവൻ്റെ സാന്നിധ്യമുള്ള പാമ്പ് അവിടെ ഉള്ളതുകൊണ്ട് ഇവനൊന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഭൈരവിയുടെ മുമ്പിൽ തോറ്റുകൊണ്ട് നമ്മുടെ ആത്മാവ് നാട് വിട്ടു പോകുന്ന സീൻ കാണിക്കുന്നു. അതായത് അവൻ്റെ ശല്യം ഒഴിവായെന്ന് നാട്ടുകാർ വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ആത്മാവ് തിരിച്ചു വരുന്ന സീൻ കാണിക്കുന്നുണ്ട്. അതായത് നാട്ടിലെ മരവും മണ്ണും എല്ലാം ഇളകി മറിഞ്ഞാടുന്നു. അവൻ്റെ ശ്മശാനത്തിനുള്ളിലെ ഒരു വലിയ മരമുണ്ടായിരുന്നു. ആ മരത്തെ കത്തിച്ചുകൊണ്ട് തന്നെ ആ ഒരു തീ കൊണ്ട് തന്നെ അവൻ ആ നാടിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അനുവാദമില്ലാതെ ആരെങ്കിലും ഈ സർക്കിൾ കടന്നാൽ ഉടനെ മരിക്കും എന്ന് പറയുന്നു. ഇത് കേട്ടപാടെ തന്നെ ഒരുത്തനുണ്ടല്ലോ ആ വലയം കടന്ന് അപ്പുറത്ത് പോകാൻ ശ്രമിക്കുന്ന സീൻ കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവൻ ഷോക്കേറ്റ് മരിക്കുന്നത് കാണിക്കുന്നു. അതായത് ഈ ഒരു ടൈമിൽ തന്നെ തിരുപ്പതിയുടെ ഭാര്യ, അതായത് ഭൈരവയുടെ അനിയത്തി, ജയിലിൽ നിന്ന് റിലീസായി നാട്ടിൽ വരുന്ന സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടിക്ക്, അതായത് നമ്മൾ പടത്തിൻ്റെ ആദ്യം കാണിച്ചില്ലേ ഒരു കുട്ടി റെയിൽവേ പാളത്തിൽ നടന്നു വരുന്നത്, ആ കുട്ടിക്ക് എന്തോ അസുഖമായിട്ട് നേരെ ഭൈരവിയെ കാണിക്കാൻ കൊണ്ടുവരുന്നു.
എൻ്റെ മോൾക്ക് ഒട്ടും സുഖമല്ല, എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും, ഈ വളയം കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു പോകില്ല എന്നൊക്കെ അയാൾ ചോദിക്കുന്നു. അപ്പോൾ നമ്മളെ ഭൈരവി നമ്മുടെ അനിയത്തിയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യൂ, പട്ടുസാരിയെ കൊടുത്ത് അവൻ്റെ ആത്മാവിൻ്റെ അടുത്ത് പോയിരിക്കൂ, അവനെ ഒന്ന് പിടിച്ചിരുത്താൻ ശ്രമിക്കുന്ന സമയം കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഈ വളയം കഴിഞ്ഞ് അവരെ രക്ഷിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞത് കേട്ട് നമ്മുടെ അനിയത്തി ഉണ്ടല്ലോ നേരെ അവൻ്റെ ശ്മശാനത്തിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവനോട് സ്നേഹത്തോടൊക്കെ പറയുന്നുണ്ട്, നിന്റെ പക എന്നോടല്ലേ, എന്നോട് തീർത്തോളൂ, നാട്ടുകാരെ വെറുതെ വിടൂ എന്നൊക്കെ പറയുന്നു. ഈ ഒരു ടൈമിൽ തന്നെ ഭൈരവി പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ആ വലയം കഴിഞ്ഞ് നിങ്ങൾ കുഞ്ഞിനെ ആശുപത്രി എത്തിക്കുമെന്ന് പറയുന്നു. പക്ഷേ തിരുപ്പതിയുടെ ആത്മാവുണ്ടല്ലോ ഇതൊരു പ്ലാനിങ് ആണെന്ന് മനസ്സിലാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ ദേഹത്ത് കയറിയും ആ കൊച്ചിൻ്റെ രൂപത്തിൽ വന്ന് ഇവളെ, അതായത് അവൻ്റെ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ വരുന്ന സീൻ കാണിച്ചില്ലേ, ആ തലയുമായി, അതാണ് ആദ്യം കാണിച്ചത്. അടുത്ത ഷോയിൽ തിരുപ്പതിയുടെ ആത്മാവ് നേരെ അവളെ കാണാൻ വേണ്ടി പോവുകയാണ്, അതായത് ഭൈരവി. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വേണം, നിന്നെപ്പോലൊരു സുന്ദരി ഞാൻ തൊട്ടിട്ടില്ല എന്ന് പറയുന്നു. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ നാട് മുഴുവൻ ഞാൻ ചുട്ടു ചാമ്പലാക്കും എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ പറഞ്ഞ പോലെ തന്നെ അവന് കൊടുക്കാൻ വേണ്ടി ഭൈരവി തീരുമാനിക്കുന്നു. അങ്ങനെ പതിവിലും സുന്ദരിയായി നമ്മുടെ ഭൈരവി നേരെ ഒരുങ്ങി അവനെ കാണാൻ പോകുന്ന സീനുണ്ട്. ഭൈരവിയെ കണ്ട നമ്മുടെ ആത്മാവുണ്ടല്ലോ ഭയങ്കരമായിട്ടും മതി മറന്നു പോകുന്ന സീൻ കാണിക്കുന്നു. നീ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഭൈരവി അവൻ ഒരുപാട് ഉപദ്രവിക്കുന്ന കാണിക്കുന്നുണ്ട്. അതിനിടയിൽ കൂടി തന്നെ ഭൈരവി ഓം നമഃ ശിവായ ഓം നമഃ ശിവായ എന്ന് ഉച്ചരിക്കുകയായിരുന്നു. ഇനി കുറച്ച് തവണ കൂടി ഓം നമഃ ശിവായ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ ശിവൻ നേരെ ഇവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നവർക്ക് ഉറപ്പായിരുന്നു. ഏറ്റവും ഒടുവിലുണ്ടല്ലോ അവനുണ്ടല്ലോ ഇവളുടെ വാ പിടിച്ച് തറയിലടിക്കുന്ന സീൻ കാണിക്കുന്നു. അതോടുകൂടി ഇവളുടെ ചലനശേഷി നഷ്ടപ്പെടുകയാണ്. ആ ടൈമിൽ അവിടെ നിന്ന് കുഞ്ഞുണ്ടല്ലോ നേരെ അമ്പലത്തിലോട്ട് പോകുന്ന സീൻ കാണിക്കുന്നു. എന്നിട്ട് നന്ദിയോട് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഭൈരവിയെ രക്ഷിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഭൈരവിയുടെ വായിൽ നിന്നും ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് അവസാനം ഉച്ചരിക്കുകയാണ്. അതോടുകൂടി 110 കോടി തവണ അവളുടെ വായിൽ നിന്ന് ഓം നമഃ ശിവായ എന്ന് വന്നു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നൊരു നന്ദിയുടെ പ്രതിമയും ശിവനും എല്ലാം പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് നാട്ടുകാർ ശരിക്കും ഞെട്ടുകയാണ്. എന്നിട്ട് ശിവൻ്റെ കയ്യിൽ നിന്ന് ഒരു ശൂലം നേരെ നമ്മുടെ ഭൈരവിയുടെ കയ്യിലോട്ട് പോകുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ ശിവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ശൂലം കൊണ്ട് തന്നെ നമ്മുടെ ഭൈരവി ഉണ്ടല്ലോ ആത്മാവിനെ കുത്തുകയാണ്. അതോടുകൂടി അവൻ ഇല്ലാതാകുന്നു. അതോടുകൂടി ആ ഒരു മൂവി തീരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഭൈരവി ആഗ്രഹിച്ച പോലെ ശിവനെ കാണാനും പറ്റി, ആ ശിവൻ്റെ കൈ കൊണ്ട് തന്നെ ആത്മാവിനെ ഇല്ലാതാക്കാനും പറ്റി അവൾക്ക്. അങ്ങനെയെല്ലാം ശാന്തമായി നാട്ടുകാരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ തിരുപ്പതിയുടെ സൈക്കിളിലെ വീണ്ടും ആ നാടിന് ചുറ്റും കറങ്ങി നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈ ഒരു സീനോട് കൂടി പടം അവസാനിക്കുകയാണ്. അതായത് ഇതിൻ്റെ അടുത്തൊരു പാർട്ട് ഉടനെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു മൂവിയും എൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്ത് തന്നെ അഭിപ്രായങ്ങളായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.